everyone, welcome back to my channel. എല്ലാവർക്കും ഹബീറ്റീസുകളുടെ പുതിയൊരിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ആക്ടിവിറ്റി 6 to 8 വരെയാണ് ചെയ്യാൻ പോകുന്നത്. 3 ആക്ടിവിറ്റി എഴുതിയിടാനുള്ള സ്ഥലം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വളരെ ഒന്ന് ക്ഷമിക്കാം. കാരണം ബോർഡിൽ അത്ര വലുപ്പമേ ഉള്ളൂ, വലിപ്പമുള്ളതല്ല കേട്ടോ. നമ്മുടെ എഴുത്തിനനുസരിച്ചിരിക്കും വലിപ്പവും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് എന്തായിരുന്നാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനത് അധികം വലിച്ചു നീട്ടുന്നില്ല. സോ പുറകിലിപ്പോൾ മഴ തോന്നുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വെള്ളമൊക്കെ വീഴുന്നൊരു ശബ്ദം, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടെ ആക്ടിവിറ്റി 6 നിങ്ങൾക്കൊരു പടം കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാവും. സോ ഈ പടത്തിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിസ്റ്ററും അമ്മയും കൂടെ ഓഫീസിൽ സ്കൂൾ കാണാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ ചെന്നു. അപ്പോൾ ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ കാണുന്ന ദൃശ്യങ്ങളുടെ ഒരു ചെറിയ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്ചറിൽ ചെസ്റ്റർ എന്തൊക്കെ കാണുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. ചെസ്റ്റർ നമ്മളായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റർ എന്തൊക്കെയാണ് കാണുന്നതെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു എന്താണ് കാണുന്നത് വരട്ടെ. ഇവിടെ നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ ബോർഡ് കാണുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു ക്ലോക്ക്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണുള്ളത്, അത് ഇടയ്ക്ക് വെച്ചിട്ട് ഹാങ് ആയതാണ്. പിന്നെ 2 സ്റ്റാഫുകളല്ലേ, ഇത് പ്രിൻസിപ്പളിൻ്റെ സ്റ്റാഫ്, അതേപോലെ തന്നെ 2 ടീച്ചർമാർ, കുറച്ച് ബുക്കുകൾ, ചെസ്റ്ററിൻ്റെ അമ്മ, ഫാന്, ഒരു കബോർഡ്, അതേപോലെ തന്നെ ഇവിടെ എന്താണ് കബോർഡല്ല, ക്ലാസ് റൂമാണ് ഇത്. പിന്നെ എന്താണ് ഒരു ക്ലാസ് റൂം, അതേപോലെ തന്നെ ആ ക്ലാസ് റൂമിൽ ഒരാൾ, പിന്നെ കലണ്ടർ കാണുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എന്താണ് ടേബിൾ, ആ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്ന സാധനങ്ങൾ അല്ലേ. സോ ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ ടേബിളിൻ്റെ അകത്തുള്ള പിന്നെ ഒരു ഡസ്റ്റ്ബിന്ന്, ഒരു മാറ്റ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെസ്റ്ററിനും നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വേണ്ടിയിട്ട് നോക്കാം. ആക്ടിവിറ്റി 6 ഡിസ്ക്രിപ്ഷൻ. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഓഫീസ് റൂം ഓഫ് ദ സ്കൂൾ. ഇത് ഒരു ഓഫീസ് റൂമിൻ്റെ, സ്കൂളിലെ ഒരു ഓഫീസ് റൂമിൻ്റെ പിക്ചറാണ്. ചെസ്റ്റർ സോ എ നെയിം ബോർഡ്. ചെസ്റ്റർ ഒരു നെയിം ബോർഡ് കണ്ടു. ഇൻ ദ വാളിൽ ഒരു നെയിം ബോർഡ് കണ്ടു. അതേപോലെ തന്നെ ദ സ്കൂൾസ് നെയിം ഈസ് ABC സ്കൂൾ. അതൊരു പ്രത്യേകതരം പേരാണ്. എന്താണ്, കാട്ടിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്താണ് സ്കൂൾ ഈസ് ABC സ്കൂൾ. സ്കൂളിൻ്റെ പേരാണ് ABC സ്കൂൾ. ABCD പഠിപ്പിക്കുന്ന സ്കൂളാണ് തോന്നുന്നു. ഓക്കെ, ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. ഹെഡ് മാസ്റ്റർ ചെയറിൽ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ടീച്ചർ വാസ് സ്റ്റാൻഡിങ് ബിസൈഡ്സ് HM. ഈ HM എന്ന് എഴുതണ്ട, ഹിം എന്ന് എഴുതിയാൽ മതി. HMൻ്റെ അരികിലായിട്ട് ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട്. ദർ ഈസ് എ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ HM എന്ന് എഴുതണമെന്നില്ല, അത് ഹിം എന്ന് എഴുതിയാൽ മതി. വേണ്ട, ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതായത് ഒരു ടേബിൾ HMൻ്റെ മുമ്പിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ കാലിൽ ഈ വൈറ്റ് ബോർഡിൻ്റെ മാർക്കർ ഇവിടെ താഴെ കിടക്കുവാണ്. അത് ഞാൻ ഉമ്മയെ എടുത്ത് കൊടുക്കട്ടെ. സോ ഓക്കെ, അപ്പോൾ പിന്നെ there are some pens, കുറച്ച് പേനുകൾ, ഒരു ബെല്ല്, അതേപോലെ ബുക്ക്, പെൻ ഹോൾഡർ ആൻഡ് എ നെയിം ബോർഡ് ഓൺ ദ ടേബിൾ. എന്താണ്, ഒരു ടേബിളിന്മേൽ മഷി ചാടിയതാണ്. ആ ടേബിളിന്മേൽ എന്താണ്, ഒരു പെൻ ഹോൾഡർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബുക്ക്, ഒരു ബെല്ല്, പേന, ഒരു നെയിം ബോർഡ് ഉണ്ട്. നെക്സ്റ്റ്, ചെസ്റ്റർ സോ എ വേസ്റ്റ് ബാസ്ക്കറ്റ് നിയർ ദ ടേബിൾ. ആ ഒരു ടേബിളിൻ്റെ അടുത്ത് ചെസ്റ്റർ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടു. പിന്നെന്താണ്, 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ദ സൈഡ് ഓഫ് ദ റൂം. എന്താണ്, ഓഫീസ് റൂമിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ടീച്ചർമാർ ഇരിക്കുന്നത് കണ്ടു. പിന്നെന്താണ്,
there is also a table and some books. അവിടെയും ഒരു ടേബിളും കുറച്ച് ബുക്കുകളും ഉണ്ട്. പിന്നെ one of them was reading a book. അവരിൽ ഒരാൾ ആ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, there is a clock and a calendar. അവിടെ ഒരു ക്ലോക്കും കാലണ്ടറും ഉണ്ട്. കാലണ്ടർ ഈസ് ഇൻ ദ വാളിൽ ഒരു ക്ലോക്കും കാലണ്ടറും തന്നിട്ടുണ്ട്. പിന്നീട് ദ റൂം വാസ് വെരി നീറ്റ് ആൻഡ് ടൈഡി. വളരെ വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമായിരുന്നു ആ റൂം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ആൻ ഓഫീസ് റൂം. ഒരു ഓഫീസ് റൂമിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇത് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എഴുതാം. ഇത് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതിയതല്ല, ഇപ്പം ഞാൻ ഇത് കണ്ടു എഴുതി വെച്ചതാണ് കേട്ടോ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എഴുതാം. ഇതിൽ ചെസ്റ്റർ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, I am Chester Raccoon. I am from the forest. My father is Mr. Raccoon. My mother is Chelsea Raccoon. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ചെൽസ റാക്കൂൺ എന്നാണ് അവൻ്റെ അമ്മയുടെ പേരെന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. അത് നമുക്കറിയാമല്ലോ. സ്റ്റഡിയിങ് ആരുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലും വരത്തില്ല, എൻ്റെതിലാണെങ്കിൽ പോലും. സോ എന്താണ്, റണ്ണിങ്, ജമ്പിങ്ങും പ്ലേയിങ്ങുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബീസ്. പിന്നെ എന്താണ്, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ വളരെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. സോ ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല, ഞാനിപ്പോൾ ചുമ്മാ ഒരു ഇത് എഴുതി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിപ്പോൾ ഗായത്രി എന്ന് പറയുന്നൊരു കുട്ടി. ആരാണോ ആവോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായിരുന്നാലും ചുമ്മാ ഒരു പേര് കിട്ടി എഴുതി വെച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേത് വേണം കേട്ടോ നിങ്ങൾ എഴുതാൻ. സോ മൈസെൽഫ്, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. എന്താണ് പ്രഭാത ആശംസകൾ നേരുന്നു. അത് ഞാനിങ്ങനെയൊക്കെ പറയും കേട്ടോ, അത് നിങ്ങൾ മൈൻഡാക്കണ്ട. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ഐ ആം ഗായത്രി. ഞാൻ ഗായത്രിയാണ്. ഇപ്പോൾ എൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഐ ആം ഹബീബ എന്ന് പറയണം. ഓക്കെ, നിങ്ങളുടെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേര് എന്താ പറയുക, അക്സ. ഓക്കെ, ഐ ആം അക്സ എന്നിങ്ങനെ പറയണം. നെക്സ്റ്റ് ഐ ആം ഫ്രം TVM. TVM മീൻസ് തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ്. ഐ ആം ഫ്രം ബംഗ്ലാദേശിൽ. അല്ലാന്നുണ്ടെങ്കിൽ കൊല്ലം എന്ന് പറഞ്ഞാൽ മതി. സ്ഥലം പറയണത് കൊല്ലം എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആരുടെയും സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് തൃശ്ശൂർ എന്നൊക്കെ പറയാം. നെക്സ്റ്റ് പിന്നെന്താണ്, മൈ ഫാദർ ഈസ് മിസ്റ്റർ സുരേഷ്. എന്താണ്, മൈ ഫാദർ ഈസ് മിസ്റ്റർ സുരേഷ്. എൻ്റെ അച്ഛൻ മിസ്റ്റർ സുരേഷാണ്. എൻ്റെ അല്ല ഗായത്രിയുടെ. എൻ്റെ അച്ഛൻ മൈ ഫാദർസ് നെയിം ഈസ് കബീർ എന്ന് പറയണം. നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, മൈ മദർ ഈസ് മിസ്സസ് ഷീല. എൻ്റെ അമ്മ ഷീലയാണ്. എൻ്റെ അല്ല നിങ്ങൾ. അല്ല, ആരെയോ ഗായത്രിയുടെ. ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ പേര് ഷീന എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഇഷ്ടമാണ്. അതെനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. നെക്സ്റ്റ് ഐ ലൈക്ക് ഡാൻസിങ്, സിംഗിങ്, റീഡിങ്, പ്ലേയിങ്. എനിക്ക് ഡാൻസിങ്, നൃത്തം ചെയ്യാൻ, അതേപോലെ പാട്ട് പാടാൻ, അതേപോലെ വായിക്കാനും കളിക്കാനും ഇഷ്ടമാണ്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് വെട്ടുക, കുത്തുക, കുറിക്കുക എന്നുള്ളതാണ്. മുടിച്ചിടുക, അത് തന്നെ എൻ്റെ ഹോബി. വലിച്ച് കീറി ഒട്ടിക്കുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടാൻ ആഗ്രഹമുണ്ട് ഇവിടെ. ഇതാണ് ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നിങ്ങളത് വേണം കേട്ടോ ഇവിടെ എഴുതാൻ. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ ചെയ്യണം, ടീച്ചർ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊന്ന് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാവേ. ചെസ്റ്ററും അമ്മയും ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് വായിച്ചോളൂ. 2 മിനിറ്റ് ഞാനിതിങ്ങനെ വെച്ചേക്കാം. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാവുന്നതും ചെയ്തുകൂടാത്തതും ഇതിലെല്ലാം ഒന്നും ഞാൻ ചെയ്യാറില്ല. ടീച്ചറൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ കലോത്സവത്തിൻ്റെ പ്രാക്ടീസിനോ അല്ലാന്നുണ്ടെങ്കിൽ സ്കിറ്റിനോ ഒക്കെ പോകാറുണ്ട്. അപ്പോൾ കലോത്സവം ടൈമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സോ
ഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത്, എന്താണ് ഡോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണ്ടാത്തത് എന്നാണ്. സോ നമുക്ക് നോക്കാം. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുക. കംപ്ലീറ്റ് യുവർ പെൻഡിങ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. റീഡ് ദ ടെക്സ്റ്റ് സൈലൻ്റ്ലി, ആ ശബ്ദം ഉണ്ടാക്കാതെ മനസ്സിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ ദ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. റീഡ് ദ സ്റ്റോറി ബുക്സ് റീഡ് ചെയ്യുക. ഒബേ ദ ക്ലാസ് ലീഡേഴ്സ്, എന്താണ് ഡയറക്ഷൻസ്, ക്ലാസ് ലീഡറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇനി ചെയ്തുകൂടാത്തത് ഡോണ്ട് ഡിസ്റ്റർബ് അനദർ ക്ലാസ്സസ്, എന്താണ് വേറെ ക്ലാസ്സുകളെയും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഡോണ്ട് റൺ ഇൻ ദ ക്ലാസ്സിൽ ഓടാതിരിക്കുക. ഡോണ്ട് ക്ലൈംബ് ഇൻ ദ ഡെസ്കിലും ബെഞ്ചിലും ഒന്നും വലിയേറാതിരിക്കുക. നെക്സ്റ്റ് ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. ഡോണ്ട് ക്വാറൽ ഈച്ച് അതർ, ക്വാറൽ മീൻസ് അടി ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഡോണ്ട് ക്ലൈംബ് ഓൺ ദ ബെഞ്ച്, എന്താണ് ബെഞ്ചിൽ വലിഞ്ഞു കയറാതിരിക്കുക. ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.